ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഇതുവരെ ആരും ട്രൈ ചെയ്യാത്ത ഒരു വെറൈറ്റി ഡിഷുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. റെസിപ്പിയുടെ പേരെന്താണ്? ഈ വിഭവം ഇന്ന് തയ്യാറാക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ച് കടുക് താളിക്കുകയാണ്. കടുകിട്ട് പൊട്ടിച്ച് നമ്മളിങ്ങനെ സവാള വഴറ്റുകയാണ്. കരിവേപ്പിലിട്ടു. വേറെ ഒന്നിട്ടില്ല. ഉപ്പിട്ടു. അപ്പോൾ കൊത്തിയരിഞ്ഞ സവാള ഇട്ടതിന് ശേഷം നമുക്ക് ഒരല്പം അതിനെ ഒന്ന് വാട്ടിയെടുക്കാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ അതിനെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് തക്കാളി ഇടുന്നുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കും അല്ലേക്കാ. മഞ്ഞൾപ്പൊടി ഓക്കെ. എന്താണ് ഇട്ടത്? പാപ്രിക്ക പൗഡർ. ഭയങ്കര സീരിയസ് ആയിട്ട് യശാക്കുമാവ് ഉണ്ടാക്കുകയാണ്. ഇപ്പൊ എന്താ നിങ്ങൾ ഇട്ടത്? അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം പിന്നെയൊക്കെ ഇതിലേക്ക് പാപ്രിക്ക പൗഡർ, പിന്നെ കെപ്സ പൗഡർ, ഇതെല്ലാം നമ്മൾ കെപ്സയൊക്കെ റെഡിയാക്കുമ്പോൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി കൊണ്ടുവച്ചതാണ്. അപ്പോൾ പഹിക്ക അതുമൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഇട്ട് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിലേക്ക് സോയാ സോസ് ഒഴിച്ചു അല്ലേക്കാ. ടൊമാറ്റോ സോസ് ഒഴിക്കും. കാര്യം റോക്കി, 2 വാക്ക് സംസാരിക്കൂ. എന്താണ് താങ്കൾക്ക് ഇവിടെ കാര്യം? റോക്കി, അങ്ങനെ നമ്മൾ നമ്മുടെ മസാലയെ കറുപ്പിച്ചിരിക്കുകയാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് സോയാ സോസ്, ടൊമാറ്റോ സോസ് ഒക്കെ ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ നല്ല ആ മസാല ഒക്കെ ഒന്ന് കറുത്ത് വരും. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് മുട്ടയാണ്. നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ ഒന്ന് ചിക്കി എടുക്കും. കുറച്ച് ഫണ്ണി ആയിട്ടുള്ളൊരു ടൈമായിരുന്നു സത്യത്തിൽ ഈ ഒരു വിഭവം ഉണ്ടാക്കുന്ന സമയം. കോമഡിയൊക്കെ പറഞ്ഞ് മക്കളും ഒക്കെ ആയിട്ട്. ഇപ്പോൾ ഇതിൻ്റെ ലാസ്റ്റാണ് ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക, കാണുക. അപ്പോൾ നമ്മളിവിടെ മുട്ടയൊക്കെ ചിക്കി ഇപ്പോൾ മസാല എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് എത്തുകയാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇവിടെ എത്തി. കണ്ടില്ലേ എന്താന്ന്? വേറെ ഒന്നുമില്ല, ഇടിയപ്പമാണ് രാവിലത്തെ. പിന്നെ നൂഡിൽസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ലത്. പിള്ളേർക്കൊക്കെ ഇഷ്ടം നൂഡിൽസ് ആണല്ലോ. പിന്നെ പിള്ളേരെ പറ്റിക്കാനും പറ്റും. ഇടിയപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നൂഡിൽസ് ആണെന്ന് വിചാരിച്ച് പിള്ളേർ കഴിച്ചോളും. എന്തായാലും ശരി, നല്ല ടേസ്റ്റായിരുന്നു. ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. സോസൊക്കെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കി ബാക്കി വരുമ്പോൾ തയ്യാറാക്കാം. അല്ലെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് ഇതുപോലെ റെഡിയാക്കി പിള്ളേർക്ക് കൊടുക്കാം. നൂഡിൽസ് എന്ന് പറഞ്ഞ് കൊടുത്താൽ അവർ വിശ്വസിക്കും, അവർ കഴിക്കുകയും ചെയ്യും. ഇടിയപ്പമൊക്കെ കഴിക്കാതിരിക്കുന്ന മക്കൾക്ക് ഇത് കൊടുക്കാം.
അപ്പോൾ എന്തായാലും ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയാണ്. പിന്നെ സോസൊക്കെ ചേരുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ അല്ലെങ്കിൽ മറ്റ് വെറൈറ്റി ഫുഡൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് എത്താം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്.